പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ സഖ്യം തകർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. ഇതോടെ ഇടതുപക്ഷ പാർട്ടികളുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് നേതൃത്വം. এবং আমি প্রস্তাব দিয়েছিলাম, ওরা প্রথম দিনই প্রত্যাখ্যান করেছে। তখন থেকে আমাদের দল সিদ্ধান্ত নিয়েছে আমরা বাংলায় একা চলব। সুতরাং আমার সাথে কোনো সম্পর্ক নেই বাংলার ব্যাপারে। অল ইন্ডিয়ায় কি করবো না করবো আপনার ইলেকশন ভাববো। আমরা সেকুলার পার্টি, আমরা বিজেপিকে হারানোর জন্য যা করা হয়। ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസങ്ങൾ മാത്രം. ബി.ജെ.പിയുടെ തകർച്ച ലക്ഷ്യമിട്ട് രൂപീകരിച്ച പ്രതിപക്ഷ സഖ്യത്തിന് സീറ്റ് വിഭജനത്തിൽ പോലും സമവായത്തിലെത്താനാകുന്നില്ല. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ചർച്ചകൾ പലത് നടന്നു. എന്നിട്ടും സീറ്റ് പങ്കിടുന്നതിൽ സമവായമായില്ല. സിറ്റിംഗ് സീറ്റുകളായ 2 മാത്രമേ കോൺഗ്രസിന് നൽകൂ എന്നാണ് തൃണമൂലിന്റെ നിലപാട്. 6 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ പശ്ചിമ ബംഗാളിൽ സഖ്യം വേണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ ദയയിൽ കോൺഗ്രസിന് മത്സരിക്കേണ്ട കാര്യമില്ലെന്ന PCC നേതൃത്വവും കടുപ്പിച്ചു. അങ്ങനെ പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ മുന്നണിയുടെ സീറ്റ് വിഭജനം ബാലികേറാമലയായി തുടരുന്നു. അതേസമയം CPM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുമായി കൈകോർക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. തൃണമൂൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണയില്ലെന്ന ഇടത് പാർട്ടികൾ പ്രഖ്യാപിച്ചതുമാണ്. കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നത് കേരളത്തിൽ തിരിച്ചടിയാകുമെന്ന് CPM ഭയക്കുന്നുണ്ടെങ്കിലും നേതൃത്വത്തിന് മുന്നിൽ മറ്റു വഴികളില്ല. പ്രതിപക്ഷ സഖ്യം പശ്ചിമ ബംഗാളിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതിയും വിഭിന്നമാകില്ല. ജനം, ഡൽഹി.